ഭഗവത്ഗീത പഠനസഹായി ബോധന സൂചന സഹിതം പാഠം 15 സാഖ്യയോഗം ശ്ലോകം 39 മുതൽ 46 വരെ. ബുദ്ധിയെ യോഗനിഷ്ഠമാക്കുവാൻ അതിനെ ഏകനിഷ്ഠമാക്കുക, സ്വർഗലക്ഷ്യ പരിമിതിയെ അതിജീവിക്കുക. ഭഗവാൻ തുടർന്നു, അല്ലയോ പാർത്ഥ, നിനക്ക് ഇതുവരെ ഞാൻ ഉപദേശിച്ചത് സാഖ്യ സിദ്ധാന്തമനുസരിച്ചുള്ള ജ്ഞാനമാണ്. ഇനി ബുദ്ധിയെ യോഗനിഷ്ഠമാക്കുവാനുള്ള ജ്ഞാനം നീ ശ്രവിക്കൂ. ഈ യോഗബുദ്ധി നേടിയാൽ കർമ്മബന്ധം നീ കയ്യൊഴിയും. പാപമോചനത്തിനുള്ള വഴിയിലൂടെ അനുക്രമമായി പിന്നെയും സഞ്ചരിച്ചാൽ അത് കർമ്മബന്ധമോചനത്തിലെത്തിക്കും. കർമ്മം ചെയ്യുമ്പോഴും കർമ്മം ബാധിക്കാത്ത അവസ്ഥയത്രേ അത്. ഈ യോഗധർമ്മത്തിൻ്റെ അത്യല്പമായ ആചരണം പോലും മഹാപാപഭയത്തിൽ നിന്ന് ത്രാണനം ചെയ്യിക്കുന്നു. തുടങ്ങിയിട്ട് പുരോഗമിപ്പിക്കാൻ സാധിക്കാത്തതിനാൽ നിഷ്ഫലം എന്ന ദോഷം ഇതിന് അറിയപ്പെടുന്നേയില്ല. കാരണം ഈ യോഗനിഷ്ഠയിൽ നിശ്ചയാത്മകമായ ബുദ്ധി ഏകനിഷ്ഠമാണ്. ഏകമെന്നാൽ എല്ലാത്തിനും ആധാരമായ ഒന്ന് എന്ന അർത്ഥമെടുക്കാം. സാഖ്യ സിദ്ധാന്തപ്രകാരം പ്രകൃതി മായുമ്പോഴും മായാതെ നിൽക്കുന്ന പുരുഷനാണത്. ഈ തലത്തിലാണ് ഗീതോപദേശം ചെയ്യുന്ന ഭഗവാന്റെ ഇപ്പോഴത്തെ നില. സ്ഥാനത്തിൻ്റെ രേഖാചിത്രം രചിക്കാനായി ഒരു വലിയ വൃത്തവും അതിനുള്ളിൽ 2 ചെറിയ വൃത്തങ്ങളും വരയ്ക്കുക. ഉള്ളിലെ ചെറുവൃത്തത്തെ ഭഗവാന്റെ സ്ഥാനമായ ഏകമായി കരുതുക. വെളിയിലെ 2 വൃത്തങ്ങൾക്കിടയിലുള്ള സ്ഥലം വിജയൻ നിൽക്കുന്ന ഭൗമലോകമായി രേഖപ്പെടുത്തുക. ഏകത്തിനും ഭൗമലോകത്തിനുമിടയിൽ വരുന്ന ഭാഗത്തെ ജ്ഞാനസൂര്യലോകമായി, അഭൗമ ദേവതാസ്ഥാനമായി സങ്കൽപ്പിക്കുക. ഗീതാചിത്രം കൂടുതൽ വ്യക്തമാകാൻ ഈ രേഖാചിത്രം ഉപകരിക്കും. ഭൗമസ്ഥനായ വിജയൻ്റെ ബോധത്തെ വികസിപ്പിച്ച് കേന്ദ്രസ്ഥമാക്കുകയാണ് ഭഗവാന്റെ ലക്ഷ്യം. അതിന് ആദ്യമായി ആ കേന്ദ്രത്തെ അറിഞ്ഞോ അതിൽ മനസ്സൂന്നണം. അസ്ഥിരചിത്തന്മാരുടെ ബുദ്ധി ബഹുശാഖകളോട് കൂടിയവയും അനന്ത വിഷയങ്ങളിൽ ചരിക്കുന്നവയുമാണ്. അപൂർണ വിദ്വാൻമാരായ ഇങ്ങനെയുള്ളവർ വേദവാക്യങ്ങളിൽ ആനന്ദം കണ്ടെത്തുകയും അതിൽ കവിഞ്ഞ് മറ്റൊന്നുമില്ലെന്ന് ആലങ്കാരികമായി പ്രസംഗിക്കുകയും ചെയ്യുന്നു. കർമ്മങ്ങളും കർമ്മഫലങ്ങളും ജന്മങ്ങളും മറ്റും ഭോഗ ഐശ്വര്യങ്ങളുടെ ആനന്ദ അനുഭവത്തിന് വേണ്ടിയുള്ളതാണെന്ന് അവർ വിസ്തരിക്കും. അവർ കാമസങ്കല്പങ്ങളിൽ തന്നെ മുഴുകിക്കഴിയുന്നവരും സ്വർഗപ്രാപ്തിക്കായി ഒരുങ്ങിയിരിക്കുന്നവരുമാണ്. വിഷാദയോഗത്തിലെ വിജയൻ്റെ ചിത്രവും നമ്മുടെയെല്ലാം തനി രൂപവും കൂടിയാണ് ഭഗവാൻ ഇവിടെ വരച്ചു കാട്ടുന്നത്. പൂത്തുനിൽക്കുന്ന പുഷ്പങ്ങൾ മാത്രമുള്ള
വൃക്ഷം പോലെ വിളങ്ങുന്ന വാക്കുകൾ പറയുകയും അതിൽ അപഹൃത ചിത്തരാവുകയും ചെയ്യുന്ന അവരുടെ മനസ്സ് എല്ലായ്പ്പോഴും ഭോഗൈശ്വര്യങ്ങളുടെ പിന്നാലെ പോകുന്നതുകൊണ്ട് അവർക്ക് നിശ്ചയാത്മകമായ ഏകാഗ്രബുദ്ധി ഉണ്ടാകുന്നതേയില്ല. വേദവാക്യങ്ങളിൽ മതിമറന്നു പോകാതെ അതിലേറി വേദാർത്ഥം സംശീകരിക്കുക. ഉദ്യമം അവിടെ നിർത്താതെ വേദാന്ത പ്രാപ്തി വരെ അത് തുടരുക. സമഗ്ര ദർശനം സാധിക്കുമ്പോൾ പരിമിത ദർശന വൈകല്യം സ്വയം ബോധിക്കാൻ കഴിയും. അതിനു ബുദ്ധിയെ ഏകാഗ്രമാക്കണം, കേന്ദ്രീകൃതമാക്കണം. അപരിമിതമായ ഭോഗൈശ്വര്യമോഹം വ്യക്തികൾക്കും സമൂഹത്തിനും വരുത്തിവെക്കുന്ന ദുരയ്ക്കും ദുരന്തങ്ങൾക്കും പ്രതിവിധിയായി വേദങ്ങളിലെ കർമ്മകാണ്ഡം കടഞ്ഞ് കാരുണ്യനിധികളായ ഭാരതീയ ഋഷികൾ വേദാർത്ഥം വേർതിരിച്ച സനാതനമായ ധർമ്മവിദ്യ പ്രോജ്വലിപ്പിച്ചു. ആ വിദ്യയുടെ പ്രതിരൂപമാണ് അവതാരമായി നാം സ്തുതിക്കുന്ന ഭഗവാൻ വാമനൻ. ദേഹമുള്ളവയ്ക്കെല്ലാം ജീവിക്കാൻ തികച്ചും ആവശ്യമായ ധനസമ്പാദനവും അതിലൂടെ ലഭ്യമാക്കാവുന്ന ഭോഗസാക്ഷാത്കാരവും പുരുഷാർത്ഥത്തിലെ അർത്ഥകാമങ്ങൾ എല്ലാവർക്കും സൗഖ്യം ലഭിക്കത്തക്കവണ്ണം എങ്ങനെ ക്രമീകരിക്കാം എന്ന് പഠിപ്പിക്കുന്ന വിദ്യയാണ് ധർമ്മവിദ്യ. ഇതിൻ പ്രകാരം പൂർവജന്മാർജിതമായ കർമ്മഫലത്താൽ ഓരോരുത്തർക്കും ലഭിക്കുന്ന ശക്തിക്കും ബുദ്ധിക്കും സാമൂഹ്യ നിലയ്ക്കും അനുസരണമായി ഏവരും അവരവരുടെ കർമ്മം സമൂഹത്തിൽ അർപ്പിക്കണം. തദനുസരണമായ പ്രതിഫലം പ്രസാദമായി സ്വീകരിക്കുകയും പങ്കിട്ടനുഭവിക്കുകയുമാകാം. ഈ അർഹമായ അർത്ഥത്തിൽ മോഹങ്ങൾ നിബന്ധിച്ചാൽ സൗഖ്യത്തിനുള്ള ആദ്യപാദം ബലവത്തായി. കാമസാക്ഷാത്കാരത്തിനായി ഏകപത്നീവ്രതവും ഏകപതിവ്രതവും കൂടി മനസ്സാ വാച കർമ്മണ അനുഷ്ഠിക്കാൻ കഴിഞ്ഞാൽ എല്ലാമായി. ധർമ്മപഥത്തിൽ ഒരുവൻ പൂർണ്ണനായാൽ അദ്ദേഹം ദേവപഥത്തിലെത്തുമെന്ന് ശ്രീരാമദേവൻ സ്വജീവിതത്തിലൂടെ കാട്ടിത്തന്നു. ഈ ദേവതലത്തിൽ നിന്നും മനുഷ്യനെ പുരുഷതലത്തിലേക്കും പുരുഷോത്തമ തലത്തിലേക്കും എങ്ങനെ എത്തിക്കും? അതിനായി ധർമ്മവിദ്യയോട് ബ്രഹ്മവിദ്യ കൂടി ഭഗവാൻ പാർത്ഥസാരഥി സംയോജിപ്പിക്കുന്നു. ഭഗവാൻ പറഞ്ഞു, അർജുന, ചതുർമുഖ വേദങ്ങൾ സത്വം, രജസ്, തമസ് എന്നീ ഗുണങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്നവയാകുന്നു. എന്നിൽ ഷൺമുഖങ്ങളും ദർശിച്ച നീ ത്രിഗുണാതീതനായി നിലകൊള്ളണം. അന്യോന്യ വിരുദ്ധങ്ങളായ ദ്വന്ദ്ങ്ങളിൽ നിന്ന് വേർവിട്ട രണ്ടെന്ന ചിന്ത ഇല്ലാത്തവനായിരിക്കണം. സദാ ഏകമായ സത്തയെ തന്നെ അനുഭവിക്കുന്നവനായിരിക്കണം. ലോകത്തിൽ കാണുന്ന യാതൊന്നും തൻ്റേതായിരിക്കണമെന്ന് കൊതിക്കാത്തവനായിരിക്കണം. ആത്മനിഷ്ഠോ ഭവ.
ഈ ശ്ലോകത്തിൽ സാഖ്യത്തിലെ ദേഹിയെ ബ്രഹ്മവിദ്യയിലെ ആത്മാവുമായി യോജിപ്പിച്ചിരിക്കുന്നു. ഗീതയിൽ ആദ്യമായി ആത്മപരാമർശം നടത്തുന്ന ശ്ലോകമാണിത്. ദേഹം നശിക്കുമ്പോഴും നശിക്കാത്തതിന് ഇനി ആത്മാവെന്നും വിളിക്കാം. സർവത്ര ജലം നിറഞ്ഞിരിക്കെ ചെറു ജലാശയങ്ങൾ കൊണ്ട് എത്രത്തോളം പ്രയോജനമുണ്ടോ, ബ്രഹ്മനിഷ്ഠന് സർവവേദങ്ങളെ കൊണ്ടും അത്രത്തോളം പ്രയോജനമേ ഉള്ളൂ. ഗീതയിൽ ആദ്യമായി ബ്രഹ്മപരാമർശം നടത്തുന്ന ശ്ലോകമാണിത്. സാഖ്യത്തിലെ പരമപദമായ ഏകസ്ഥാനവും ബ്രഹ്മവിദ്യയിലെ ബ്രഹ്മസ്ഥാനവും ഇവിടെ സമാനമായി പരാമർശിക്കുന്നു. സാഖ്യത്തിൽ ഇതെന്നും ഇവനെന്നും പറഞ്ഞ് നേരത്തെ ഭഗവാൻ നടത്തിയ രൂപവർണ്ണനയിലെ അവയെല്ലാം വാസ്തവത്തിൽ ഉപനിഷൽ പ്രോക്തമായ ആത്മ ബ്രഹ്മ വിശേഷണങ്ങൾക്ക് അനുസരണമായിരുന്നു. ഭഗവത് സ്വരൂപം ബ്രഹ്മസ്വരൂപമെന്ന് സൂചന. 108 പാഠങ്ങളിലൂടെ പൂർണ്ണമാകുന്ന ഭഗവത്ഗീത പഠനസഹായി ബോധന സൂചന സഹിതം എന്ന പുസ്തകത്തിൻ്റെ 15-ാം പാഠം ഇവിടെ പൂർത്തിയാകുന്നു. തുടർ പാഠങ്ങൾക്കായി നമുക്ക് വീണ്ടും ഒത്തുചേരാം.